विवाह निश्चय विष्णु एंड अनुष्का कमाल करे विराट। ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഡാക്ക ഒരു ലോങ് ഫ്ലൈറ്റ് ആണ്. പോകുന്ന സമയത്ത് 5 hours അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ടൈമിങ്. അതേപോലെ തിരിച്ചു വരുമ്പോഴും സെയിം ആണ്. അപ്പം കുറച്ച് ടയറിങ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണ്. ആഫ്റ്റർനൂൺ 12 ഒക്കെ ആകുമ്പോഴേ റിപ്പോർട്ടിങ്. അതേപോലെ നമ്മൾ ലാൻഡ് ആകുമ്പം മിഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ലാൻഡ് ആവുക. പിന്നെ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റാണ്ട് ഡയറക്റ്റ്ലി ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ബാഗേജ് എക്സസ് ആവുന്ന നല്ല ഉറപ്പുള്ളത് കാരണം ഞാൻ കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത ഫ്ലൈറ്റിലായിരുന്നു കേട്ടോ വിഷ്ണു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തപ്പം ബാഗേജ് അലവൻസ് ഒന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ വിഷ്ണുവിൻ്റെ സാധനങ്ങളും കൂടി എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ടേക്ക് ഓഫ് ആയി കഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ വേറെ തന്നെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. കാരണം ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നത് ഞാൻ എൻ്റെ വെഡ്ഡിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 3:30 ആകുമ്പോൾ ലാൻഡ് ആവുമായിരുന്നു കേട്ടോ കണ്ണൂർ. അപ്പോൾ കണ്ണൂർ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഫ്ലൈറ്റിനൊന്നും കഴിക്കാൻ വന്നില്ല. ഞാൻ കുറച്ച് നേരം ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓൺ ടൈം ലാൻഡ് ആയിട്ടോ ഫ്ലൈറ്റ്. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കാലം കണ്ണൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഒരു ഇന്ത്യൻ എയർലൈൻസിലായിരുന്നു കേട്ടോ വർക്ക് ചെയ്തത്. അപ്പം ഞാൻ കണ്ണൂരായിരുന്നു ബേസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലാൻഡായിട്ട് ബാഗൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പിക്ക് ചെയ്യാൻ വന്നത്. വിഷ്ണുവിൻ്റെ ബ്രദറും ആണ്. ആൻഡ് വിഷ്ണു വരുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണു അച്ചുവും ഞാൻ വരുന്നതിൻ്റെ കുറച്ച് ഡേയ്സ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത ഫ്ലൈറ്റിൽ കാലിക്കറ്റിലോട്ടേക്കാണ് അവർ രണ്ടുപേരും വന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ കല്യാണ നിശ്ചയത്തിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ വ്ളോഗ് വിൽ ബി ബേസ്ഡ് ഓൺ ഈ കല്യാണ നിശ്ചയത്തിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. ഇതിൽ വെന്യൂ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, കോസ്റ്റ്യൂം, പിന്നെ അതേപോലെ തന്നെ ഓർണമെൻറ്റ്സ്, അതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും കേട്ടോ ഇത്. വിഷ്ണു ഓൾറെഡി ഇതിനു മുമ്പ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. റിങ് ഓൾറെഡി ഇട്ട് തന്ന സ്ഥിതിക്ക് ഇനിയൊരു വലിയ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ കല്യാണം വേഗം തന്നെ ഉണ്ടാകും. അപ്പോൾ ഒരു വലിയ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയിട്ട് കണ്ടക്ട് ചെയ്യാണ്ട് എല്ലാവരെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു കല്യാണ നിശ്ചയം പോലെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന ഒരു സെറമണി കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. സോ ഫസ്റ്റ് ഞങ്ങൾ വെന്യൂ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ഞാൻ കണ്ണൂരുള്ള കുറേ പ്ലേസസ് UAEയിലുള്ള സമയത്ത് തന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃഷ്ണ ബീച്ച് റിസോർട്ട് ചൂസ് ചെയ്തത്. കൃഷ്ണ ബീച്ച് റിസോർട്ട് ചൂസ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. പിന്നെ രണ്ടാമത്, നമുക്ക് ഇവിടെ ഒരു നല്ല ആംബിയൻസാണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ഓരോരോ ഹാൾസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞങ്ങളൊരു 120 ആൾക്കാരെ 100-120 ആൾക്കാരെ ഫംഗ്ഷനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇൻഡോർ കുറേ നോക്കി. പിന്നെ ഔട്ട്ഡോറും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്ഡോർ ഭംഗിയുണ്ട്. ഇപ്പം നാട്ടിൽ ഭയങ്കര ചൂടല്ലേ. അപ്പം ഔട്ട്ഡോർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ട് ഔട്ട്ഡോർ അങ്ങനെ വേണ്ടാന്ന് വെച്ചു. ഇൻഡോർ തന്നെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ തന്നെ നിങ്ങൾ റിസപ്ഷനൊക്കെ ഇവിടുന്ന് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഔട്ട്ഡോർ ഇങ്ങനെ ഒരു റൂഫ് ടോപ്പ് ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു ഹാള് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ ഒരു ലേഔട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പുറത്ത് നോക്കുന്ന സമയത്ത് ഈ ശിവൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇത് ചൂസ് ചെയ്തു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചുറ്റും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നടന്നു. ഓൾദോ എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ഫെമിലർ ആയിട്ടുള്ള പ്ലേസ് ആണ്. വിഷ്ണു ഇവിടെ ഷൂട്ടിന് വേണ്ടിയിട്ട് മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഫോട്ടോസ് എടുക്കണ്ടേ, വീഡിയോസ് എടുക്കണ്ടേ എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റും നടന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞാകുമ്പോൾ ഭയങ്കര കുഞ്ഞല്ലേ, ഒരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് അങ്ങനെ എടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന്. അപ്പോൾ അമ്മ എൻ്റെ കയ്യെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ പാട്ട് പഠിക്കാൻ നമ്മൾ വരുത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ ആ സമയത്ത് പാട്ട് ക്ലാസ്സെല്ലാം നടന്നുകൊണ്ടിരുന്നു. ഡാൻസ് ക്ലാസ് ഇവിടെയെല്ലാം ഉണ്ടായിരുന്നു. റിസോർട്ടായിട്ട് ജസ്റ്റ് സ്റ്റാർട്ടായി വരുന്നേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ വലിയ സെറ്റപ്പൊന്നും ആയിട്ടുണ്ടായിട്ടില്ല. ആൾക്കാരൊന്നും താമസിക്കാനൊന്നും തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് സ്ഥലം കുഞ്ഞു മുതലെയാണ്. സോ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ വെഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ആ സമയത്ത് എനിക്കറിയില്ലല്ലോ ഇവിടെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവാൻ.
ഇവിടെ എനിക്ക് ഈ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അപ്പോഴേ വിഷ്ണുവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്ന്. നിങ്ങളെല്ലാവരും എൻ്റെ കുറേ ഷോർട്സിൽ ഈ ഒരു സ്പേസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് നിശ്ചയം റീഡിങ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെനിക്ക് പെട്ടെന്ന് ഒരു ദിവസം രാത്രി തോന്നിയൊരു ഐഡിയ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാനത് വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണുവിൻ്റെ ബ്രദറിനോട് പറഞ്ഞു. അപ്പോൾ അവരത് ഓക്കെ ആയിരുന്നു. അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അമ്മ വേറെ എന്തോ ഒരു ആവശ്യത്തിന് ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മക്ക് സാരി വാങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മക്ക് സാരി ഒന്നും അന്ന് ഇഷ്ടമായില്ല, അതുകൊണ്ട് അമ്മക്കന്ന് സാരി എടുത്തില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ വിഷ്ണുവിൻ്റെ ബ്രദർ അച്ചുവും കൂടി വന്നിട്ട് നമ്മൾ ഒന്നും കൂടി നമ്മൾ ചൂസ് ചെയ്ത വെന്യൂ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അവർ നല്ല രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഫുഡ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും കൗണ്ടും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് സെറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇതിനെപ്പറ്റി കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഫംഗ്ഷൻ്റെ സീക്വൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് ഇനി നമുക്കിതിനു വേണ്ടി വാങ്ങേണ്ടതെന്നെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെന്യൂ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പേയ്മെൻ്റൊക്കെ ചെയ്തിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ അമ്മ, അച്ഛൻ, അമ്മമ്മ, എൻ്റെ പപ്പ, അമ്മ, അമ്മമ്മ, വിഷ്ണുവിൻ്റെ അനിയൻ, പിന്നെ എൻ്റെ സിസ്റ്റർ അവൾ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് നോക്കി. പിന്നെ വിഷ്ണുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയത്. പക്ഷേ ദെൻ അൺഎക്സ്പെക്റ്റഡ്ലി വിഷ്ണുവിന് കറക്റ്റ് സൈസിൽ ഡ്രസ്സ് കിട്ടിയിട്ടോ. അവിടെ നിന്ന് എല്ലാവർക്കും ഞങ്ങൾ ചൂസ് ചെയ്തത് പേർപ്പിൾ, പിങ്ക് ആൻഡ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു കേട്ടോ ചൂസ് ചെയ്തത്. അപ്പം നമുക്ക് ഫോട്ടോസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയപ്പം ടൈം പോയതേ അറിഞ്ഞില്ല. പുറത്തിറങ്ങുമ്പോഴേക്കും നല്ലോണം വിശന്നു. ഏകദേശം ഈവനിങ് ആയി. വേഗം പോയിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ചെയ്യാൻ പറഞ്ഞത് ഒരു പിങ്ക് കളറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓർണമെന്റ്സ് ചൂസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. ഞാൻ മെഷർമെന്റ്സ് ഒക്കെ കൊടുത്തത് ഓൺലൈനായിരുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതെടുത്തത് ഗോൾഡൻ കപ്പ് എന്നായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിഷ്ണുവിന് വാച്ച് നോക്കാൻ വേണ്ടിയിട്ട് മലബാർ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കോസ്റ്റ്യൂം നോക്കാം. എൻ്റെ ഒരുപാട് വീഡിയോസിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു കോസ്റ്റ്യൂം ആരാണ് ചെയ്തത്. അപ്പോൾ കോസ്റ്റ്യൂം ചെയ്തത് ആഷിഖാണ്. ഞാൻ ആഷിഖിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ആഷിഖിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു പിങ്ക് ലോട്ടസ് കളർ തീംഡ് ആയിട്ടാണ് ഇത് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പിങ്ക് കളർ, കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നിക്കുന്ന ഒരു പിങ്ക് കളറാണ് വേണ്ടത്. സോ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ മേക്കപ്പും ബ്ലഷും അതേപോലെ കോസ്റ്റ്യൂമും തമ്മിൽ നല്ല മാച്ചായിട്ട് ബ്ലെൻഡ് ആയിട്ട് പോകുന്ന ഒരു സോഫ്റ്റ് പിങ്ക്, അത് ആഷിക്ക് എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് പ്രിപ്പറേഷൻ ആണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ നിശ്ചയം റീഡിങ്ങിൻ്റെ സ്ക്രോൾ പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കിട്ടാത്തത് കാരണം പിന്നെ വിചാരിച്ചു കണ്ണൂരിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്യുന്നൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൃഷ്ണൻ്റെയും രാധേൻ്റെയും തീമൊക്കെ ബാക്കിൽ കൊടുത്ത് ബാക്കി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കളറും ഫോണ്ടും ഒക്കെ ചൂസ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ട് ഇത് ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. കാരണം ഒരു 5-6 days ആയി ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നാളെയാണ് ഫംഗ്ഷൻ, ഇന്നൊന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ചിട്ടാട്ടോ ബീച്ചിൽ പോയത്. രാത്രി പിന്നെ കുറേ സമയം ഇരുന്നിട്ട് ഇതങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇന്നാണ് നമ്മൾ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ബെല്ലമോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ബെല്ലൊക്കെ കിസ്സൊക്കെ കൊടുത്ത് ബെല്ലനോട് ടാറ്റെല്ലാം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ അവിടെ നിന്ന് ഞാൻ നേരെ പോയത് നമ്മളെ വെന്യൂലേക്കാണ് കേട്ടോ. അവിടെയെല്ലാം സെറ്റ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നൈറ്റിന് വന്നിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിജിലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചു അടുത്തൊരു കാര്യമായിരുന്നു, ആരാണ് മേക്കപ്പ് ചെയ്തത്? മേക്കപ്പ് ചെയ്തത് വിജിലേട്ടനാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം, വിജിലേട്ടൻ ഒരു വെൽ നോൺ ആയിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ആൻഡ് എൻ്റെയും വിഷ്ണുവിൻ്റെയും ജേർണിയിൽ ഫസ്റ്റ് തൊട്ടേ ഉണ്ടായിരുന്നു ഒരു ആളാണ് കേട്ടോ. മേക്കപ്പിന്റെ ഒരു ബേസ് ഇട്ട് തുടങ്ങുമ്പോഴേക്കും ആഷിഖിന്റെ കോസ്റ്റ്യൂമും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിനേക്കാളും എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ട് ആഷിഖ് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ നടക്കുന്ന മോർണിംഗ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഫസ്റ്റ് ടൈം കാണുന്നത്. സോ നാട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ടത് കാരണം എനിക്ക് കണ്ണൂരിൽ നിന്നും കൊച്ചി പോയിട്ട് ഡ്രസ്സിൻ്റെ ട്രയലോ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് കോസ്റ്റ്യൂം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി മേക്കപ്പിൻ്റെ പാർട്ടിലോട്ടേക്ക് വരുമ്പം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത് എന്ത് ഹെയർ സ്റ്റൈൽ പോകുന്നുള്ളതായിരുന്നു. നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഹെയർ കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെ
ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹെയറിന് ലെങ്ത് ഉള്ളത് കാരണം ഇതൊന്ന് സെറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്തിട്ട് എടുക്കൽ കുറച്ച് പണിയാണ്. പക്ഷെ ഞാൻ വിജിലേട്ടൻ്റെ കൂടെ നമ്മൾ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ആ കാര്യത്തിൽ അധികം ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയായിരുന്നു എന്തെങ്കിലുമായിട്ട് വിജിലേട്ടൻ ചെയ്തിരുന്നുള്ളത്. ഞാൻ റെഡിയായി കഴിയുമ്പോഴേക്കും ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും വിഷ്ണു അങ്ങോട്ടേക്ക് ഓടി. ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് കണ്ടിട്ട് വരാം കേട്ടോ. विवाह निश्चय विष्णु एंड अनुष्का. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. വലിയൊരു ഫംഗ്ഷനൊന്നും ആയിരുന്നില്ല. കുറച്ച് ഡേയ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തൊരു ചെറിയ ഫംഗ്ഷൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇനി വരാൻ പോകുന്ന വ്ളോഗ്സ് എല്ലാം വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടും അതിൻ്റെ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ടേക്ക് കെയർ, ബൈ.